അയാൾ അങ്ങനെ ഈ പ്രിയങ്ക റൂമിലാണെങ്കിൽ ഭയങ്കര കരച്ചിലോട് കരച്ചിലാണ്. അവളുടെ അടുത്ത് തന്നെ ഈ സുകുമാരി മുത്തശ്ശിയുണ്ട്. അവരുടെ കൂടെ തന്നെ ആ പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും അങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രിയങ്കയാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നേ ഇല്ല. ആ സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ നീ ഈ കരച്ചിലൊന്ന് നിർത്ത്, ഈ മണിക്കൂറുകളായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഞാൻ എങ്ങനെ കരയാതിരിക്കുക, ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ ഓടിയിട്ട് പോലുമില്ല, ഒരുപാട് തിയേറ്ററുകളിലാണെങ്കിൽ ആളുകളൊന്നും കയറിയിട്ട് പോലുമില്ല, പിന്നെ എത്ര നഷ്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നറിയോ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി അവളെങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അത് നീ ഇങ്ങനെ കരയല്ല, നമുക്കൊന്ന് കാത്തിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളറോടും മാനേജറോടും കൂടിയിട്ട് ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ കൈയടിച്ചു ഇവിടെ കൈയടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അവിടെ ആളുകൾ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ നല്ല അഭിപ്രായം വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇവന്മാരോട് അങ്ങ് കയർത്ത് സംസാരിക്കണം ഈ സുകുമാര മുത്തശ്ശി. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, അത് പിന്നെ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ പ്രിയങ്ക പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി, നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്, എന്നിട്ട് ഈ സിനിമയുടെ ആദ്യത്തെ ദിവസം തന്നെ ആളുകൾ പോലും കയറിയിട്ടില്ല സിനിമക്ക്. അപ്പോൾ ഈ സിനിമ പരാജയപ്പെടുന്നു എനിക്ക് എന്തായാലും ഉറപ്പാണ്, ഒരാൾ പോലും തിയേറ്ററിൽ കയറാതെ തിയേറ്ററിലൊന്നും സിനിമ ഓടിയിട്ട് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ ഇനി ജീവിക്കുക, നമ്മളുള്ള കയ്യിലുള്ള എല്ലാ പണം മൊത്തം നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ പണം മൊത്തം പോയി മുത്തശ്ശി, ഇനി ഈ ലെവലിൽ നിന്ന് താഴെ ലെവലിൽ പോയി ജീവിക്കേണ്ടി വരും, എന്തായാലും ഈ ലെവലിൽ നിന്ന് താഴെ ലെവലിൽ പോയി ജീവിക്കാനൊന്നും എനിക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രിയങ്ക വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണം പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് സമാധാനപ്പെട്, നിങ്ങൾക്കറിയോ പഴയൊരു സിനിമ ആകാശദൂത് എന്ന് പറയുന്ന ഒരു സിനിമയില്ലേ, അത് റിലീസ് ചെയ്ത സമയത്ത് ഇങ്ങനെയായിരുന്നു, ഒരാൾ പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല, ആകെ കുറച്ച് പേര് മാത്രമേ സിനിമ കണ്ടിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമ ഹിറ്റാവാൻ തുടങ്ങിയത്, പിന്നീടാണ് ആളുകളൊക്കെ കയറാൻ തുടങ്ങിയത്, അതുകൊണ്ട് ആദ്യത്തെ ദിവസം നമുക്കൊന്ന് കാത്തിരിക്കാം, ഇനി അടുത്ത ദിവസം തൊട്ട് ആളുകൾ കയറും ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കാരണം എൻ്റെ അനുഭവം വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സുകുമാരി മുത്തശ്ശിനോട് അങ്ങ് പറയുന്നുണ്ട്. ആ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇയാളോട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കാത്തിരുന്ന് നോക്കാം, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ സിനിമ തോറ്റുപോയി എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി ഈ പ്രിയങ്കയും കുടിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി വൻകിട സിനിമകളോടൊന്നും നമുക്ക് മത്സരിക്കേണ്ടതായിരുന്നു, നമുക്ക് ഈ ഓണത്തിന് റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ ഈ സിനിമ, എന്തായാലും അത്രയും വലിയ വലിയ ഫാൻസൊക്കെ ഉള്ള ആളുകളുടെ സിനിമ ഒക്കെ ഇറങ്ങുന്ന സമയം, അത് അത്രയും വലിയൊരു വൻകിട സിനിമകളോടൊന്നും നമുക്ക് മത്സരിക്കാൻ പോകണ്ടായിരുന്നു, നമുക്കിന്ന് റിലീസ് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ ഈ പ്രിയങ്ക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മുത്തശ്ശിയെ ശരി വെക്കുകയാണ്. അപ്പോഴൊക്കെ ഇയാളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്കൊന്ന് കാത്തിരുന്ന് നോക്കാം, ആദ്യത്തെ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വിചാരിച്ച് സിനിമ തോറ്റു പോകും എന്നൊന്നുമില്ല, അടുത്ത ദിവസം ഇനി ചാൻസ് ഉണ്ടല്ലോ, അടുത്ത ദിവസം വേണമെങ്കിൽ ആളുകൾ കയറാം എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരൊരു പ്രതീക്ഷയിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ വരുൺ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാധിക വന്നിട്ട് അവളൊരു ചോറ് പാത്രം അവൻ്റെ ബാഗിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ ഉച്ചക്കുള്ള ഊണാണ്, മറക്കാതെ കഴിക്കണം കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ വരുൺ ആ ആ ഓക്കെ ഓക്കെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ രാധിക പറയുന്നുണ്ട്, പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ മറന്നു പോകരുത്, കറക്റ്റ് സമയത്ത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണം, പിന്നെ ഞാൻ ആ സമയത്ത് മറന്നു പോയാലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് ഒരു കോൾ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ വരുൺ പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കോൾ ചെയ്യേണ്ട, അതൊക്കെ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ രാധിക വീണ്ടും പറയുന്നുണ്ട്, സാധാരണ ആ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജോലിയിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ജോലിയിലായിരിക്കും ഫുൾ കോൺസെൻട്രേഷനും, അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകരുത് എന്ന് വീണ്ടും ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ഇവളോട് അങ്ങ് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, എന്തുദ്ദേശം, ഒരു ഉദ്ദേശവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന പറയുന്നുണ്ട്, എന്നാലും നിനക്ക് എന്തോ ഒരു ഉദ്ദേശം പോലെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്, കാരണം നീ എന്നെ ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കുന്നതിൻ്റെ ഇത്രയും ഒരു ഇൻട്രസ്റ്റ് കാണിക്കണമെങ്കിൽ നിൻ്റെ മനസ്സിൽ എന്തോ ഒരു ബുദ്ധിയുണ്ട്, ഈ നിൻ്റെ ബുദ്ധി എന്താണെന്ന് ഞാൻ പറയട്ടെ എന്നൊക്കെ അങ്ങനെ ഇവളോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇവൾ പറയുന്നുണ്ട്, ആ എന്നാൽ പറ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അതെ ഞാനിനി ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം തുറന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആളുകളൊക്കെ വന്നിട്ട് എന്നോട് ചോദിക്കണം, അവിടെയുള്ള ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ വന്ന് ചോദിക്കണം, ഇത് ഏതാണ് ഭക്ഷണം എന്നുള്ള കാര്യം അങ്ങനെ ചോദിക്കണം. അപ്പം
ഇതിൻ്റെ ഓണറായിട്ടുള്ള നീയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പം നിനക്ക് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡർ കിട്ടും, അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ഇവളോട് അങ്ങ് ചോദിക്കാണ്. അപ്പോൾ ഇവൾ ആ ആ എന്നൊക്കെ ആകെ അന്തം വിട്ടങ്ങ് തലയാട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിന് പറയുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഈ ചോറ് പാത്രം അങ്ങ് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് എൻ്റെ ചോറ് പാത്രത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതൊക്കെ ഒന്ന് രുചിച്ച് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് അവർക്കും നാളെ തൊട്ട് ഇനി ആറ്റുവാശ്ശേരി സദ്യ മതി എന്നുള്ള കാര്യം പറയണം. അങ്ങനെ ഒരു ബിസിനസ് മൈൻഡ് അല്ലേ നിൻ്റെ തലക്കകത്ത് എന്നൊക്കെ ഇവളോടങ്ങ് ചോദിക്കുന്ന സമയത്ത് ഇവളങ്ങ് പറയുന്നുണ്ട്, ആ ഇത്രയും വലിയ ബുദ്ധിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ വല്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല സുഖമായിട്ട് ജീവിക്കില്ലായിരുന്നു എന്നൊക്കെ ഇവനോട് അങ്ങ് തിരിച്ചു ചോദിക്കുകയാണ്. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല എന്നുള്ള കാര്യം ഈ രാധിക അങ്ങ് ഈ വരുണിനോട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്നൊക്കെ ഇവളോട് അങ്ങ് പറയാണ്. അപ്പോൾ ഈ വരുണ് എന്തായാലും പോകാനുള്ള സമയമായി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങ് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം വരുന്ന അവളോട് അങ്ങ് യാത്ര പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കവിളിലൊരു ഉമ്മ വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ എന്താ വിചാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവന് തിരിച്ച് അവളോടങ്ങ് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും നീ കണ്ടിട്ടില്ല, ഭയങ്കര സ്നേഹത്തിലാണ്. പിന്നെ അവരെന്ന് പറഞ്ഞത് എനിക്ക് നിന്നെ കല്യാണം കഴിച്ച് തന്നതാണ്, അല്ലാതെ ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു കന്യകനെ കയറി വന്നിട്ട് ഉമ്മ വെച്ച് പോവുകയല്ല ചെയ്തത്. അവരെനിക്ക് കല്യാണം കഴിച്ച് തന്ന സമയത്ത് ഇതൊക്കെ അതിലുള്ള ഒരു അവകാശം തന്നെയാണ്, അതുകൊണ്ട് അവരൊന്നും ചിന്തിക്കാനില്ല. പിന്നെ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണല്ലോ, അവരും വേണമെങ്കിൽ ഇങ്ങനെ ഉമ്മ ഒക്കെ വെക്കുന്നുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ ഈ വരുൺ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ രാധിക അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യേ നിങ്ങൾക്ക് എന്താ ഒരു നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ, എല്ലാവരും ഇങ്ങനെയൊക്കെ ഉമ്മ വെക്കുക എന്നൊക്കെ ഇങ്ങനെ ഈ വരുൺ അവളോട് വീണ്ടും അങ്ങ് പറയണേ. എല്ലാ ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം ഉമ്മ വെക്കുക എന്നുള്ള കാര്യം ഇവൻ അങ്ങ് പറയുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട്, എന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് കയർത്തങ്ങ് സംസാരിക്കുകയാണ് ഈ രാധിക. അപ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ ഓഫീസിൽ പോകൽ തുടങ്ങിയതിന് ശേഷമാണ് വരുണിന് ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് പിന്നെ അവിടെ അതിനുള്ള സ്പെഷ്യൽ കോച്ചിങ് തന്നെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ എങ്ങനെ വരുൺ വെറുതെ ഇവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുണിനോട് രാധിക പറയുന്നുണ്ട്, അത് ശരിയാണ്, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ രാധിക അങ്ങ് പറയുന്ന സമയത്ത് വരുൺ പറയുന്നുണ്ട്, അവിടെ ഇതിനൊക്കെ സ്പെഷ്യൽ കോച്ചിങ് അല്ലേ, കാരണം നമ്മുടെ സ്റ്റാഫുകൾ മനസ്സും ശരീരമൊക്കെ നല്ല എനർജി ആയിട്ട് നിൽക്കണം എന്നുള്ളത് അവിടെയുള്ള കമ്പനിക്കാരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ ഉള്ള എല്ലാ സ്റ്റാഫുകളും നല്ല എനർജിയിൽ നിൽക്കണം എന്നുള്ളത്, അതുകൊണ്ട് ഇതുപോലെയുള്ള കോച്ചിങ്ങൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇവളെ വെറുതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പറയുന്നുണ്ട്, എന്തായാലും സമയമായി ഞാൻ പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളോട് യാത്ര പറഞ്ഞ് അങ്ങനെ പോവുകയാണ് അവൾ. പിന്നെ സോനയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് മൊത്തം ഇവളൊക്കെ ഇട്ട് അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എടി നീ എങ്ങനെ അവനോട് അങ്ങ് ക്ഷമിക്കാൻ കഴിഞ്ഞത്, നീയാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിരുന്നത്, എങ്ങനെയെന്ന് വെച്ചാൽ ആരോടെങ്കിലും പക വീട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അവർക്കിട്ട് തിരിച്ചു പണി കൊടുക്കുക എന്നുള്ളത് കണ്ടെത്തിയത് തന്നെ നിൻ്റെ അടുത്തു നിന്നായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള നിന്നെ പബ്ലിക്കായിട്ട് ഒരാൾ ഇൻസൾട്ട് ചെയ്തിട്ടും പബ്ലിക്കായിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് നിന്നെ തല്ലിയിട്ടും നീ അയാളോട് ക്ഷമിച്ച് മാത്രമല്ല നീ അയാൾക്ക് നിൻ്റെ കമ്പനിയിൽ ജോലിയും കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ ഇവളോട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവളുടെ കൂട്ടുകാരിയായിട്ടുള്ളൊരു പെണ്ണിങ്ങനെ പറയുന്നുണ്ട്, എന്നാലും നിൻ്റെ ചെയറിന് കീഴിലുള്ള ഒരു ജോലി ഉദ്യോഗസ്ഥനായി അവൻ വന്നിട്ടും നിനക്ക് ഒന്നും അവനെതിരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അത് വളരെ മോശം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോടങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അവൻ അവിടെ ജോലി കൊടുക്കാൻ ഒറ്റ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യത്തിൽ എതിരെ നിൽക്കാൻ എനിക്ക് എന്തായാലും കഴിയില്ല. എൻ്റെ ചേച്ചിക്ക് അവന് നല്ല കഴിവുള്ള ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ വന്നിട്ടായിരിക്കും വേണമെങ്കിൽ ചേച്ചി അവിടെ നിർത്തിയത്. അവന് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണ് എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ചേച്ചി അവനെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തത്. പക്ഷേ അവൻ അവിടെ കഴിവില്ലാത്ത ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കാനുള്ള ശ്രമമാണ് ഇനി എൻ്റേത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും നിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. ഒരു പക പോലും നിനക്ക് വീട്ടാൻ കഴിഞ്ഞില്ല, അവനെതിരെയുള്ള എന്ത് കാര്യവും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നിട്ടും അവൻ നിൻ്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്, ഇത്രയും വലിയൊരു ചാൻസ് ഉണ്ടായിട്ട് പോലും നീ അവനെതിരെ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്,
എല്ലാത്തിനും കാരണം എൻ്റെ ചേച്ചിയാണ്. എൻ്റെ ചേച്ചി ഒരൊറ്റ ആൾ കാരണമാണ് അവൻ അവിടെ ജോലിക്ക് നിൽക്കുന്നത് തന്നെ. എൻ്റെ ചേച്ചിക്ക് അവനിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്കങ്ങനെയല്ല. അവൻ അതിലൊരു കഴിവും ഇല്ല. അവനൊരു കഴിവില്ലാത്ത ഒരാളാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ എനിക്ക് പുറത്താക്കാനുള്ള പെർമിഷൻ എന്തായാലും ചേച്ചി തരും. അങ്ങനെ അവനെ റിസൈൻ ചെയ്യാനുള്ള പേപ്പറിൽ എന്തായാലും ചേച്ചി ഒപ്പുവെക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ പ്ലാൻ ഇനി എന്തായാലും നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്നൊക്കെ ഈ സോന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവൻ അവിടെ വേരുറപ്പിച്ചതെന്ന് പറഞ്ഞത് ആ ഒരു ആൻ്റണിയുടെ കേസിലാണ്. അവൻ അത്രയും ഈസി ആയിട്ട് ആ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്തത് കൊണ്ടാണ് അവൻ അവിടെ വേരുറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെ പുറത്താക്കാം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളൊക്കെ കാത്തിരുന്ന് കണ്ടോളൂ. എൻ്റെ ചേച്ചി തന്നെ അവനെ പുറത്താക്കുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ നേരെ അങ്ങ് ഓഫീസിലേക്ക് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ ഓഫീസിലെത്തി അവളുടെ ക്യാബിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാർത്തിക എന്ന് പറയുന്ന ആ ഒരു സ്റ്റാഫിനെ അങ്ങ് വിളിച്ചു വരുത്തുകയാണ്. കാർത്തിക, നീ എൻ്റെ ക്യാബിലേക്ക് ഒന്ന് പെട്ടെന്ന് വാ എന്നൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് ഈ ഒരു പെണ്ണ് ഓക്കെ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഈ സോനയുടെ ക്യാബിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ സോനയോട് ഇങ്ങനെ ഈ കാർത്തികൻ കാര്യം തിരക്കുന്നുണ്ട്. എന്തിനാണ് മാഡം എന്നെ വിളിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അപ്പോൾ സോന പറയുന്നുണ്ട്, എൻ്റെ ഓഫീസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെയാണ് ഞാനിപ്പോൾ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടുള്ളത്. ആ വരുണിനെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവനെ പുറത്താക്കാനുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സോന ചോദിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് മാഡം, എങ്ങനെയാണ് അവനെ പുറത്താക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. കാരണം അത് CEO അവരുടെ ഇഷ്ടപ്രകാരം അവനെ അങ്ങ് പ്രത്യേക പരിഗണനയിൽ ഇവിടെ അങ്ങ് അപ്പോയിൻമെൻറ്റ് ചെയ്തതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പുറത്താക്കാൻ കഴിയുക? CEOയുടെ പെർമിഷൻ ഇല്ലാതെ അവനെ പുറത്താക്കാൻ കഴിയില്ല എന്നൊക്കെ ഈ കാർത്തിക സോനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ സോന പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി തന്നെ അവനെ ഇവിടുന്ന് പുറത്താക്കാനുള്ള പെർമിഷൻ എനിക്ക് തരും. അങ്ങനെയുള്ളൊരു പ്ലാനാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അവന് അത്രയും എഫിഷ്യൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി അവനെ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തത്. പക്ഷേ അവന് എഫിഷ്യൻ്റ് അല്ല, അവന് നമ്മളെ ചതിക്കാൻ വേണ്ടി ഇവിടെ വന്ന ഒരാളാണ് എന്നുള്ള കാര്യം ചേച്ചി തന്നെ തിരിച്ചറിഞ്ഞിട്ട് ചേച്ചി തന്നെ അവനെ പുറത്താക്കാനുള്ള ഒരു സൈൻ എനിക്ക് ഇട്ട് തരും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷേ അതിനെന്നെ സഹായിക്കേണ്ടത് നീയാണ് എന്നങ്ങ് കാർത്തികനോട് അങ്ങ് പറയണം. അപ്പോൾ ഈ കാർത്തിക അങ്ങനെ പറയുന്നുണ്ട്, മാഡം ഞാനോ, അതെങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സോന പറയുന്നുണ്ട്, ഇവൻ ഇവിടെ വേരുറപ്പിച്ചത് ആ ആൻ്റണിക്കാരനാണ്. അപ്പോൾ ആൻ്റണിയെ വെച്ച് തന്നെ ഇവനെ അങ്ങ് പുറത്താക്കാനുള്ള പ്ലാനും എൻ്റെ കയ്യിലുണ്ട് എന്നങ്ങ് പറയാണ്. അപ്പോൾ ഈ സോന ഈ കാര്യം ഇവളോട് അങ്ങ് പറയാണ്. ഈ കമ്പനിയിലുള്ള ഒരു സ്റ്റാഫിൻ്റെ ലാപ്ടോപ്പിൽ നിന്നും ഒരു മെയിൽ ആൻ്റണിക്ക് പോകണം. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയുമായുള്ള കേസുകളെല്ലാം വീണ്ടും എടുത്താൽ അതിൽ നിന്നും നല്ലൊരു എമൗണ്ട് ഈ കേസുമായി വാദിച്ചു പോയാൽ നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് കിട്ടും. ആ എമൗണ്ട് കിട്ടുന്ന സമയത്ത് അതിൽ നിന്നും പകുതി എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ കേസിന് നിങ്ങളെ സഹായിക്കാം എന്നുള്ളൊരു കണ്ടൻ്റ് ആയിരിക്കണം ആ മെയിലിൽ ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു മെയിൽ ഈ ഒരു കമ്പനിയിലുള്ള ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് പോകണം. അതും ആ വരുണിൻ്റെ ലാപ്പിൽ നിന്നായിരിക്കണം ഈ മെയിൽ പോകേണ്ടത്. അതിന് നീയാണ് എന്നെ സഹായിക്കേണ്ടത് എന്നങ്ങ് പറയണത്. അപ്പോൾ കാർത്തിക അങ്ങ് ഞെട്ടുന്നുണ്ട്. അത് പിന്നെ മാഡം ഞാൻ എങ്ങനെ അങ്ങനെ ആ ഒരു മെയിൽ അവൻ്റെ ലാപ്പ് എടുത്തിട്ട് അയക്കാൻ പോകുന്നത്, അതെനിക്കങ്ങനെ കഴിയില്ല മാഡം എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇവളങ്ങ് പറയുന്നൊരു സമയത്ത് ഈ സോന പറയുന്നുണ്ട്, നീ എന്നെ സഹായിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അത്ര വലിയ ചെറുതൊന്നും അല്ല, നിനക്ക് നല്ല പ്രതിഫലം തന്നെ ഇതിന് പകരമായിട്ട് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളുടെ മുഖഭാവം അങ്ങ് മാറുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അതിനൊരു സമ്മതം അവളങ്ങ് മൂളുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സോന പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീ ആ ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്ത് തീർക്കും വേണം, അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇന്ന് തന്നെ കിട്ടും വേണം എന്നുള്ള കാര്യം ഇവളോട് അങ്ങ് പറയണം. അപ്പോൾ ഇവൾ ഓക്കെ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഈ സോനയുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് ഇവൾ പുറത്ത് നിന്ന് ഇങ്ങനെ ഈ വരുണിൻ്റെ ക്യാബിനെ അങ്ങ് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുണാണെങ്കിൽ അവൻ്റെ ക്യാബിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ ഒരുപാട് ഫയലുകളൊക്കെ ഇങ്ങനെ തപ്പി നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവളിനെ എങ്ങനെയെങ്കിലും പുറത്ത് പോകാനുള്ളൊരു ചാൻസ് കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് കാർത്തിക അവനെ നോക്കി അങ്ങ് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവൻ ക്യാബിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്ത് അവൻ്റെ ക്യാബിൽ അങ്ങ് കയറിയിട്ട് അവനെതിരെ അങ്ങ് പണി കൊടുക്കുക എന്നൊക്കെ കാത്തിരിക്കുകയാണ് ഈ കാർത്തിക. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ വരുൺ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ ലാപ്പൊക്കെ മടക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ക്യാബിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങി പോകുന്നത്. എന്നിട്ട് അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് സർ ഞാൻ ഇപ്പോൾ വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നേരെ കുറച്ച് ഫയലൊക്കെ ഉള്ളൊരു ഷെൽഫിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കാർത്തിക പെട്ടെന്ന് തന്നെ ഇവൻ്റെ ക്യാബിലേക്ക് അങ്ങ് കയറിയിട്ട് അവൻ്റെ ലാപ്പ് എടുത്ത് മെയിൽ അങ്ങ് അയക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്തൊക്കെ വരുണാണെങ്കിൽ അവിടെ ആ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള സ്റ്റാഫുകളെ എല്ലാവരും കൂടിയിട്ട് സോന അങ്ങ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്താണ്
സോന അവളുടെ ക്യാബിനിൽ തന്നെയാണെങ്കിലും അവരുള്ള എല്ലാ സ്റ്റാഫിനോടും ഒരുമിച്ച് അങ്ങ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ സിഇഒയുടെ ഒരു ഉത്തരവാണ്, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വരാൻ എന്തോ ഒരു സംഭവം ഉണ്ടെന്നാണ് തോന്നുന്നത്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും സോന മേഡം വരട്ടെ, അവർ പറഞ്ഞോളും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഇതെന്താണ് എന്നൊക്കെ കാത്തിരുന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായാലും ഈ സോന അവളുടെ ക്യാബിൽ ഇരുന്നിട്ട് അവളുടെ ഫ്രണ്ട്സിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത്, എനിക്കൊന്നിനും കഴിവില്ല എന്നുള്ള കാര്യം, അവനെതിരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അവനെ ഇപ്പം തന്നെ ഇവിടുന്ന് പുറത്താക്കുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അവനിട്ട് നല്ലൊരു പണി തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലൈവായിട്ട് ഞാൻ ഈ ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആണോ എന്നാൽ ഞങ്ങൾ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്ത് സോന ഒരു സ്റ്റാഫിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് ഇങ്ങനെ പറയുന്നുണ്ട് അതെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ ഷൂട്ട് ചെയ്യണം, അതും ഈ ഒരു വീഡിയോ കോൾ ഓൺ ചെയ്ത് വെച്ചിട്ട് അവർക്ക് എൻ്റെ ഈ ഫ്രണ്ട്സാണിത്, എൻ്റെ ഫ്രണ്ട്സിന് കാണുന്ന രീതിയിൽ നീ ഈ ഫോൺ പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇയാളോട് അങ്ങ് പറയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഓക്കെ മാഡം പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് ഇവൾ നേരെ ആ ഒരു ഫോണ് ഇയാൾക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇയാൾ ആ ഫോണും കൊണ്ട് നേരെ ആ ഒരു ഹാളിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സോന അവിടേക്ക് അങ്ങ് കയറി ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സോനയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി ആകാംക്ഷയിൽ നിൽക്കുകയാണ് എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സോന ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു കമ്പനിയിൽ ഇന്ന് വലിയൊരു പ്രശ്നം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരായിരുന്ന ഒരു ആൻ്റണി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ ഒരു സ്റ്റാഫ് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കിയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇങ്ങനെ വരുന്ന ഈ സോനയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ഇവർ പറയാൻ പോകുന്നത് എന്നുള്ള മട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സോന ഇങ്ങനെ പറയുന്നുണ്ട് അതെ ഞാനിപ്പോൾ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയിലുള്ള ഒരു സ്റ്റാഫിൻ്റെ ലാപ്പിൽ നിന്ന് ഒരു മെയിൽ പോയിട്ടുണ്ട് അയാൾക്ക്. ആ മെയിലിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയുമായിട്ടുള്ള കേസ് വീണ്ടും അങ്ങ് നിങ്ങൾ റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് പോയാൽ നിങ്ങൾക്ക് വൻ തുക അങ്ങ് നഷ്ടപരിഹാരമായി ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന ഈ നഷ്ടപരിഹാരത്തിൽ നിന്നും പകുതി എനിക്ക് തന്നാൽ ഞാൻ ഈ കേസിന് നിങ്ങളെ സഹായിക്കാം എന്നുള്ള ഒരു മെയിലാണ് അയാൾക്ക് പോയിട്ടുള്ളത്. അത് നമ്മുടെ കമ്പനിയിലിരുന്ന് നമ്മുടെ കമ്പനിയെ ചതിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ആരാണെങ്കിലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തുറന്ന് പറയാം. ഇപ്പോൾ തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ക്ഷമ നൽകാം. അഥവാ ഇനി ഞാനാണത് കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. ജീവിതകാലം മുഴുവനും നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ ഈ സോന അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങനെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. കാരണം ആർക്കും കറക്റ്റ് കാര്യം എന്താണെന്ന് പിടി കിട്ടിയിട്ടില്ല. അപ്പോൾ ആരാണ് ആ മെയിൽ അയച്ചത് എന്നുള്ള കാര്യമൊന്നും പിടി കിട്ടിയിട്ടില്ലെങ്കിലും ഈ കാർത്തികയുടെ മുഖത്ത് ചെറിയൊരു പരുങ്ങലൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാവർക്കും ആരാണ് എന്നുള്ള കാര്യത്തിലൊന്നും പിടി കിട്ടിയിട്ടില്ല. വരുണിനാണെങ്കിൽ അവനും ഇങ്ങനെ ആകെ അന്തം വിട്ട് അങ്ങനെ നിൽക്കുന്നൊക്കെയുണ്ട്. ആ ഒരു സമയത്ത് സോന ഒരു സ്റ്റാഫിനോട് അങ്ങ് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് പോയിട്ട് വരുണിൻ്റെ ആ ലാപ്ടോപ്പ് ഒന്ന് എടുത്ത് കൊണ്ടുപോവാ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ ലാപ്ടോപ്പ് അങ്ങ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും അവിടെ അങ്ങ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ എന്തായാലും വരുൺ അവൾക്കിട്ട് നല്ലൊരു പണി തിരിച്ച് കൊടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് ഈ രാധിക ഇവന് ആ ഒരു ഫയൽ എടുക്കാൻ പോയ ആ സമയത്ത് കോൾ ചെയ്യുന്നുണ്ട്, ഞാൻ നിൻ്റെ ബാഗിൽ ഒരു പ്രസാദം വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് എടുക്കാനൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവൻ ആ ഒരു പ്രസാദം എടുക്കാൻ വേണ്ടി ആ ബാഗിനടുത്തേക്ക് അവൻ്റെ ക്യാബിലേക്ക് അങ്ങ് കയറി വരുന്ന സമയത്ത് അവൻ എന്തോ ഒരു കാഴ്ച കാണുന്നുണ്ട്. അത് മിക്കവാറും ഈ കാർത്തിക മെയിൽ അയക്കുന്ന ആ ഒരു കാഴ്ചയായിരിക്കും അവൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവൻ ഈ പ്ലാനുകളൊക്കെ മുൻകൂട്ടി അങ്ങ് മനസ്സിലാക്കുന്നുണ്ട്. ആ പ്ലാനുകളൊക്കെ അങ്ങ് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് എന്തായാലും നല്ല രീതിയിൽ അങ്ങ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിയങ്കയും ഈ സുകുമാരി മുത്തശ്ശിയും കൂടിയിട്ട് വഴിയിൽ അങ്ങ് കാത്തി നിൽക്കുന്നുണ്ട്. അത് ആ പ്രൊഡക്ഷൻ കൺട്രോളറേയും ആ മാനേജറേയും. അപ്പോൾ ഇവർ ലേറ്റായിട്ട് അങ്ങ് ഒരു വണ്ടിയിൽ അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സുകുമാരി മുത്തശ്ശി പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങ് ചൂടാവുന്നുണ്ട്, എവിടെ പോയി കിടക്കുകയായിരുന്നല്ലോ ഇത്ര നേരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ തിരിച്ച് ഈ സുകുമാരി മുത്തശ്ശിനോട് അങ്ങ് പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതെ നിൽക്കുക അമ്മച്ചി എന്നങ്ങ് വിളിക്കണം. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അമ്മച്ചി എന്നൊന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇനി അങ്ങനെയൊക്കെ മതി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആ സിനിമ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലോപ്പായി പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അവർക്ക് കൊടുത്തിരുന്ന റെസ്പെക്റ്റ് മൊത്തത്തിൽ അങ്ങ് തിരിച്ചെടുത്തിട്ട് ഇപ്പോൾ അവരോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മിക്കവാറും അവരുടെ സിനിമ പൊട്ടി പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.